ഈ പൊട്ടൻ എന്ത് പറഞ്ഞാലും അത് ശരിയാണ്. ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് തെറ്റ്, BJP നേതാക്കൾ പറയുന്നത് തെറ്റ്. ആകെ ശരി രാഹുൽ ഗാന്ധി പറയുന്നതാണ്. രാഹുൽ ഗാന്ധി പറയുന്നത് ഇവിടുത്തെ ഈ ഇലക്ഷൻ കമ്മീഷൻ ആകെ കുഴപ്പമാണ്, ഇവിടുത്തെ വോട്ടർ പട്ടിക ആകെ പ്രശ്നമാണ്, തെരഞ്ഞെടുപ്പ് സംവിധാനം ആകെ പ്രശ്നമാണ്, മോദി ഈ തട്ടിപ്പിലൂടെയാണ് അധികാരത്തിൽ വന്നത് എന്നൊക്കെ പറയുമ്പോൾ ഈ പൊട്ടം പിന്നെ എങ്ങനെയാണ് അധികാരത്തിൽ വന്നത്? രാഹുൽ ഗാന്ധി പിന്നെ എങ്ങനെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്? ഈ വോട്ടർ പട്ടിക വെച്ചിട്ട് തന്നെയല്ലേ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുക്കപ്പെട്ടത്? അപ്പൊ ഇവിടെ BJPയുടെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തെ സംശയദൃഷ്ടിയോടെ നോക്കിക്കാണുന്ന രാഹുൽ ഗാന്ധി തന്റെ വിജയത്തെ മഹത്വവൽക്കരിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ മുഴുവനും ജയിപ്പിക്കുന്നത് നല്ല വഴിക്ക്, BJPക്കാരെ മുഴുവൻ ജയിപ്പിക്കുന്നത് എന്താ പറയാ ഈ ചട്ടങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട്. ഇതിനൊക്കെ ഒരു വിശ്വാസ്യത വേണ്ട ഭായി. നമ്മളൊക്കെ സോഷ്യൽ മീഡിയ വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. ഈ നാട്ടിലെ മിക്കവാറും അത്യാവശ്യം എഴുത്തും വായന അറിയുന്ന ആൾക്കാർ മുഴുവനും പത്രം വായിക്കുന്നു, ദൃശ്യമാധ്യമങ്ങൾ കാണുന്നു, സോഷ്യൽ മീഡിയയിലെ വിവിധ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വരുന്ന കാര്യങ്ങൾ അറിയുന്നു. ഇതിൽ നിന്നൊക്കെ അവർ സത്യം അവർ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ നിങ്ങളിങ്ങനെ വേഷം കെട്ടിയിട്ട് ഇതൊന്ന് അവസാനിപ്പിച്ചൂടെ? അപ്പൊ രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു കലാപം ഉണ്ടാക്കാനാണെന്നാണ് ഇപ്പൊ ഏറ്റവും അവസാനമായി BJP പറയുന്നത്. ഇത് നേരത്തെ തന്നെ പലരും സംശയം പ്രകടിപ്പിച്ചതാണ്. കാരണം ബംഗ്ലാദേശിൽ ഉണ്ടായ കലാപം നമുക്കറിയാം. നിയമപ്രകാരം അധികാരത്തിലെത്തിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറിയ ഷെയ്ഖ് ഹസീനയെ അവിടെ നിന്ന് പലായനം ചെയ്യിപ്പിച്ചു അല്ലേ? അവിടെ ഒരു കലാപം ഉണ്ടാക്കി. അതായത് നിയമപ്രകാരം ചട്ടങ്ങൾ അനുസരിച്ച് ഷെയ്ഖ് ഹസീനക്കെതിരെ രാഷ്ട്രീയ യുദ്ധം ചെയ്യുന്നതിന് പകരം അവരെ കലാപത്തിലൂടെ അട്ടിമറിച്ചു. ഇതുതന്നെയാണ് നേപ്പാളിൽ സംഭവിച്ചത്. നേപ്പാളിലും അവിടെ കലാപത്തിലൂടെ ആ ഗവൺമെന്റിനെ തറപറ്റിച്ചു. ഇവര് നോക്കിക്കൊണ്ടിരിക്കുന്ന എന്താണ്? ഇതേപോലെ ബംഗ്ലാദേശിൽ സംഭവിച്ച പോലെ, നേപ്പാളിൽ സംഭവിച്ച പോലെ ഇന്ത്യയിലും ഒരു അധികാരം പിടിച്ചെടുക്കണം. കാരണം ഈ ഇലക്ഷനിലൂടെ, തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന് മറ്റാരെക്കാൾ കൂടുതലായി ഇവിടുത്തെ ഓരോ കോൺഗ്രസ്സുകാരും മനസ്സിലാക്കുന്നുണ്ട്. താഴെ തട്ടിലുള്ള കോൺഗ്രസ്സുകാരന് വരെ അത് അറിയാം. കാരണം അവർക്ക് നയിക്കാൻ ഒരു നേതാവില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി നിലനിൽക്കുന്നത്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ശക്തി എന്ന് പറയുന്നത് അതിന്റെ നേതൃത്വമാണ്. ഇവിടെ കോൺഗ്രസിന് എന്ത് നേതൃത്വമാണ് ഉള്ളത്? ഈ പൊട്ടനാണോ നേതാവ്? അപ്പൊ ഏറ്റവും വലിയ പ്രശ്നം അവിടെ നിന്ന് തുടങ്ങുന്നു. പാർട്ടിയിലാകെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾ. ഇപ്പൊ ഏറ്റവും അവസാനം നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം അറിയാം. ആ മനുഷ്യനെ എങ്ങനെയാണ് പൊതുമധ്യത്തിൽ അപഹാസ്യനാക്കിയത്? CPMകാർ ചെയ്യുന്നതിന്റെ 10 ഇരട്ടി കാര്യങ്ങൾ സ്വന്തം പാർട്ടിക്കുള്ളിൽ വെച്ച് കോൺഗ്രസ്സുകാർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു കലാപം ഉണ്ടാക്കാനാണ് എന്ന് BJP നേതാക്കന്മാർ തുറന്ന് തന്നെ ഇവർ പറയുകയാണ്. ലക്ഷ്യം അതാണ്. കാരണം ജോർജ് സോറോസുമായി രാഹുൽ ഗാന്ധിക്കുള്ള ബന്ധം മാത്രമല്ല, ഈ വോട്ട് ചോരി യാത്ര ബീഹാറിൽ നടത്തിയിട്ട് ഇയാൾ നേരെ പോയത് മലേഷ്യയിലെയോ സിംഗപ്പൂരിലേക്കൊക്കെയാണത്രേ. അവിടെ ഇദ്ദേഹം കാണുന്നത് ജോർജ് സോറോസിന്റെ മകനെയാണ്. മകനുമൊത്തുള്ള ഫോട്ടോ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ് നടക്കുന്നത്. ഇത് അംഗീകരിക്കാൻ പറ്റില്ല ഒരിക്കലും. ഇത് നടക്കില്ല എന്നുള്ള വേറെ കാര്യം. ബംഗ്ലാദേശിൽ നടന്ന പോലെ, നേപ്പാളിൽ നടന്ന പോലെ ഇവിടെ ഒരു ജൻസി പ്രക്ഷോഭമൊന്നും ഇന്ത്യയിൽ നടക്കാൻ സമ്മതിക്കില്ല. കാരണം അതിനനുസരിച്ചുള്ള മെഷീനറി ഇവിടെയുണ്ട്. പക്ഷെ എന്നാലും അതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പൊ ഇതിന്റെ ഒരു രണ്ടാം ഘട്ടം എന്നുള്ള രീതിയിലാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. എന്താ? ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കാൻ പോകാന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഹൈഡ്രജൻ ബോംബ് മൂപ്പർക്ക് കിട്ടിയില്ല. ഹൈഡ്രജൻ ബോംബ് തെരഞ്ഞിട്ടതിന് മൂപ്പർ ഇവിടെ പോയത്, ഇവിടെ മലേഷ്യയിലും സിംഗപ്പൂരൊക്കെ. പക്ഷെ അവിടുന്ന് ഹൈഡ്രജൻ ബോംബ് കിട്ടിയില്ല. അവസാനം ഒരു കമ്പിപ്പൂത്തിരിയെ കൊണ്ടുവന്ന് കമ്പിപ്പൂത്തിരി ഇവിടെ കത്തിച്ച് കാണിച്ചു. അതായത് ഓൺലൈനായിട്ട്, അങ്ങനെയാണ് ഏറ്റവും പുതിയ ആരോപണം ഉന്നയിച്ചത്. ഓൺലൈനായിട്ട് കർണാടകയിലെ ഏതൊരു മണ്ഡലത്തിലെ, അവിടെ ജയിച്ചത് കോൺഗ്രസ് ആണ്. അതാണ് ഏറ്റവും വലിയ രസം. കോൺഗ്രസ് ജയിച്ചൊരു മണ്ഡലത്തിലെ കാര്യം മുമ്പിൽ പറയുന്നത്. അവിടെ 6000-ലേറെ വോട്ടുകൾ ഓൺലൈനിൽ എന്ത് ചെയ്തത്രേ? ആ വോട്ടുകൾ ഇല്ലാണ്ടാക്കി കളഞ്ഞു, അത് റദ്ദാക്കി കളഞ്ഞു, വോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഈ ഇലക്ഷൻ കമ്മീഷൻ അപ്പം തന്നെ പറഞ്ഞു, നിമിഷങ്ങൾക്കകം ഇലക്ഷൻ കമ്മീഷന്റെ വിശദീകരണം വന്നു. ഈ പൊട്ടം പറയുന്നത് ഏറ്റവും വലിയ പൊട്ടത്തരാണ്, പൊട്ടന്മാർ വരെ എങ്ങനെ പറയില്ല എന്നാണ് പറയുന്നത്. ഇതിന് പോയി നമ്മളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനൊരു ലോജിക്ക് വേണ്ടേ? ഇത് കേൾക്കുന്ന ആർക്കത് വിശ്വസിക്കണ്ടേ?
എവിടെയോ ഇരുന്നിട്ട് ഏതോ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഇവിടുത്തെ കുറെ വോട്ടുകൾ അങ്ങോട്ട് അപ്രത്യക്ഷമാക്കാണ് അത്രേ. പിന്നെ കുറെ ഈ അപ്രത്യക്ഷമാക്കുന്ന വോട്ടുകളൊക്കെ കോൺഗ്രസ്സുകാരുടെ വോട്ടുകൾ. ഇത് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇനി അങ്ങനെ അങ്ങനെ വിചാരിക്കും നമ്മൾ വാദത്തിന് വേണ്ടി എവിടെയോ ഇരുന്നിട്ട് ഏതോ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഈ എന്താ പറയുക വോട്ടർ പട്ടികയിൽ കുറെ വോട്ടുകൾ അങ്ങോട്ട് എടുത്തു കളയുന്നു. അപ്പൊ ഈ ഈ ചെയ്യാൻ പോകുന്ന ആൾക്കാർ മുഴുവനും കോൺഗ്രസിനാണ് വോട്ട് ചെയ്യാന്ന് ആ വിദൂരത്തിൽ ഇരുന്ന് കണ്ട് എന്താ പറയാ മനസ്സറിയും യന്ത്രം. പണ്ട് അങ്ങനെ ഒരു കഥയുണ്ടായിരുന്നു, മനസ്സറിയും യന്ത്രം. ഒരു യന്ത്രം ഒരാളുടെ മുന്നിലെത്തിയ ആളുടെ മനസ്സറിയാന്ന്. അപ്പൊ ഇതേപോലെ ഈ വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെയൊക്കെ മനസ്സ് ആദ്യം തന്നെ അറിഞ്ഞിട്ട് ആരൊക്കെയാണോ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പോകുന്നത് അവരുടെയൊക്കെ വോട്ട് ഇങ്ങോട്ട് ചോർത്തുക. എടോ ബായ് പറഞ്ഞതിനൊരു ലോജിക്ക് വേണ്ട ഇഷ്ട. എന്നിട്ട് ഇത് വാഴ്ത്തി പാടാൻ ഇവിടുത്തെ മലയാളത്തിലെ കുറെ ചാനലുകാരും പത്രക്കാരും പൊട്ടന്മാരിങ്ങനെ കാര്യങ്ങൾ വിളിച്ചു പറയും. പക്ഷെ അതിന്റെ പിന്നാലെ നിങ്ങൾ പോവുക എന്ന് പറഞ്ഞാണെങ്കിൽ എന്ത് മണ്ടത്തരാണ്. ഏതായാലും ഞാനിതാ ഈ ഓരോ പത്രമായി കാണിക്കും. അപ്പൊ മാതൃഭൂമിയുടെ മെയിൻ സ്റ്റോറി മിക്കവാറും എല്ലാ പത്രങ്ങളും ഏറ്റവും വലിയ രസം എന്താണ്, ദേശാഭിമാനി ഇത് 1-ാം പേജിലേക്ക് കൊടുത്തിട്ടില്ല കേട്ടോ. ദേശാഭിമാനി ഈ വാർത്ത 1-ാം പേജിലേക്ക് കൊടുത്തിട്ടില്ല, ഞാനത് കാണിക്കാം. അപ്പൊ മാതൃഭൂമിയുടെ മെയിൻ സ്റ്റോറിയാണ് ഒരിടത്ത് വെട്ടി മറ്റൊരിടത്ത് കൂട്ടി എന്നാ പറയുന്നത്. ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വയലാറിൻ്റെതാണ് ഒരു പ്രശസ്തമായ സിനിമാ ഗാനുണ്ട്, അതാ പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഒരിടത്ത് വെട്ടി മറ്റൊരിടത്ത് കൂട്ടി. എന്താ പറയുന്നത്, വോട്ട് കവർച്ച ആരോപിച്ച് ഡൽഹി AICC ആസ്ഥാനത്ത് വ്യാഴാഴ്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനത്തിൽ നിന്ന്. അതാണ് പടം. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ടേ. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. അതിങ്ങനെയാണ്, അതായത് രാഹുലിന്റെ ആരോപണം അടിസ്ഥാനരഹിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ് എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനം വ്യക്തമാക്കുകയാണ് ഈ പൊട്ടം പറയുന്നത് മുഴുവൻ വ്യാജമാണെന്ന് പറയുകയാണ്. അപ്പൊ നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? നമ്മൾ ഈ പൊട്ടം പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്? ഇന്നലെ നടത്തിയ ഈ ചർച്ചയിലൊക്കെ, ഇന്നലെ ഞാൻ കണ്ടത് മനോരമ ചർച്ചയിലാണ് ഞാൻ കണ്ടത്, ലിജു പങ്കെടുത്ത ചർച്ച. അതിൽ ശങ്കുട്ടി ദാസ് ആയിരുന്നു BJPയുടെ കാര്യം പറഞ്ഞത്, BJP വക്താവായിട്ട് വന്നത്. പക്ഷെ ശങ്കുട്ടി ദാസ് കാര്യങ്ങൾ പറയുമ്പോൾ ലിജു ഇങ്ങനെ പരിഹസിച്ചിരിക്കുകയാണ്. ലിജു പരിഹസിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതാണല്ലോ നമ്മൾ സത്യം പറയുമ്പോൾ അതിന്റെ നേരെ കൊഞ്ഞരം കാണിക്കുക. നമ്മൾ രാഷ്ട്രീയപരമായ ഒരാൾ പറയുമ്പോൾ അതിന് രാഷ്ട്രീയമായി എതിർക്കണം. നമ്മളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് വസ്തുത വേണം. ശങ്കുട്ടിദാസ് ഇന്നലത്തെ ചർച്ചയിൽ ചോദിക്കുന്നത് കേട്ടു. അതായത് രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ പറഞ്ഞ ആരോപണങ്ങൾ അത്രയും തെറ്റാണെന്ന് തെളിഞ്ഞില്ലേ? തെറ്റാണെന്ന് തെളിഞ്ഞു. എത്ര ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞു. അയാളുടെ ബേസിക് ഇൻഫർമേഷൻ പോലും തെറ്റായിരുന്നില്ലേ? മഹാദേവപുരയിൽ ആകെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് BJP മുന്നേറിയത്. ബാക്കിയുള്ള 6 സ്ഥലത്തും കോൺഗ്രസ് ആയിരുന്നു. മൊത്തം 7 നിയമസഭാ സെഗ്മെന്റ് ആണ്. അവിടെ 8 നിയമസഭാ സെഗ്മെന്റ് ആയിരുന്നു. അതിലെ പകുതിയിൽ BJP ആണ് മുന്നേറിയത്. ഇതൊക്കെ ഓൺലൈനിൽ കിടക്കുന്ന സാധനങ്ങളാണ്. അതുവരെ ഈ പൊട്ടം നോക്കുന്നില്ല. ഇതിന്റെയൊക്കെ നേരത്തെ അറിയാവുന്ന കാര്യം. BLOമാരും അതിനനുസരിച്ചുള്ള വോട്ടർ പട്ടികയിലെ ക്രമക്കേട് എന്ന് പറഞ്ഞാൽ ഇത് അശ്രദ്ധ കൊണ്ടാണ്. ഇത് ചെക്ക് ചെയ്യാത്തത് കൊണ്ടാണ് വോട്ടർ പട്ടികയിൽ അശ്രദ്ധ ഉണ്ടാകുന്നത്. ഇരട്ട വോട്ടുകളൊക്കെ ഉണ്ടാകുന്നത് അശ്രദ്ധ കൊണ്ടാണ്. ഇത് കറക്റ്റ് ചെയ്യാനുള്ള സമയം ഇഷ്ടം പോലെ നൽകുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാം. ഇപ്പം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഇതിന് കരട് വോട്ടർ പട്ടിക മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രസിദ്ധീകരിച്ചു. അത് വിശദമായി പരിശോധിച്ച് അതിലുള്ള തകരാറുകൾ നമ്മൾ പരിഹരിക്കാനുള്ള അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി. എല്ലാവർക്കും അത് ആക്സസ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അത് കഴിഞ്ഞിട്ട് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നു. അന്തിമ വോട്ടർ പട്ടികയും നമുക്ക് പരിശോധിക്കാം, തെറ്റുകൾ വീണ്ടും തിരുത്താം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ സമീപിക്കാം, കോടതിയെ സമീപിക്കാം. ഇതിനുള്ള ഒക്കെ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇവരൊന്നും ചെയ്യില്ല. അതിന് പകരം പത്രസമ്മേളനം വിളിച്ചുകൂട്ടി കുറെ പത്രക്കാരെ, അതായത് BJP വിരോധം സിരകളിൽ അലിഞ്ഞു ചേർന്ന പത്രക്കാരെ വിളിച്ചു ചേർത്ത് ഇവരുടെ മുന്നിൽ ഇതിങ്ങനെ പറയുക. അപ്പൊ ഇവരൊക്കെ പറയുന്നത് എന്താണ്? കോടതിയിൽ ഞങ്ങൾ പോയില്ല. അതിന്റെ പോകാത്തത് കോടതി പോയി കണ്ട് കോടതി ഓടിക്കേ. നേരത്തെ തന്നെ ഈ മഹാരാഷ്ട്രയിൽ എവിടെയോ ഈ പറയുന്ന വോട്ട് വർധനയുണ്ടായി എന്ന് പറഞ്ഞിട്ട് ഒരാൾ സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഇമ്മാര് തോന്നിയത് കൊണ്ട് ഇവിടെ വരരുതെന്ന് പറയുന്നു. ഇല്ലാത്ത ആരോപണം കൊണ്ടിട്ട്, ഒരു വസ്തുതയും ഇല്ലാത്ത ആരോപണം കൊണ്ട് ഇവിടെ വരരുതെന്ന് പറഞ്ഞിട്ട് ഓടിപ്പിച്ചതാണ്. അതുകൊണ്ടൊക്കെയാണ് സുപ്രീം കോടതിയിലൊക്കെ ചെല്ലാൻ പേടി. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ ചെല്ലാൻ പേടി. മറ്റൊന്ന് ICDS നടത്തിയ ഈ സർവേ, ആ സർവേ 8 നിലയിൽ പൊട്ടിയത് നമ്മൾ കണ്ടു. ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ പൊട്ടം പറയുന്നത് ഇതിൽ മുഴുവനും തകരാറാണെന്ന്. കുതന്ത്രശാലിയാണ് ഇയാള്. അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. ഇയാളുടെ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഇന്ത്യയിൽ എങ്ങനെയെങ്കിലും കലാപം നടത്തുക. ഇതാ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ബാക്കി കാര്യം. ഓൺലൈനായി അപേക്ഷ നൽകി വോട്ടർ പട്ടികയിലെ പേര് ഒഴിവാക്കാൻ ആർക്കും ആകില്ല. ഇലക്ഷൻ കമ്മീഷൻ പറയാണ്
ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. ഒഴിവാക്കപ്പെടേണ്ട വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ വാദം ബോധിപ്പിക്കാൻ അവസരം നൽകും. അതിനുശേഷമാണ് തുടർ നടപടി. 2023 അലന്ത് മണ്ഡലത്തിൽ നിന്ന്, ആ മണ്ഡലത്തിലെ കുറിച്ചായിരുന്നു പരാതി, അലന്ത് മണ്ഡലത്തിൽ നിന്ന് വോട്ടർമാരെ ഒഴിവാക്കാൻ വിഫല ശ്രമം നടന്നത് തടഞ്ഞിട്ടുണ്ട് എന്നും കമ്മീഷൻ നേരിട്ട് അന്വേഷണത്തിനായി FIR ഫയൽ ചെയ്തിട്ടുണ്ട് എന്നും വിശദീകരിച്ചു. അങ്ങനെ ഒരു പരാതിയോടെ വന്നപ്പോൾ അതിനുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കർണാടക പോലീസിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പറയുന്നത് അതിനാവശ്യമായ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടില്ല എന്നാണ്. ഓരോന്നിനും മുട്ടാപ്പോക്ക് ന്യായങ്ങളാണ്. കർണാടകയിൽ ഭരിക്കുന്നത് കോൺഗ്രസ്സുകാരാണ്. ഇങ്ങനെ ഒരു പ്രശ്നമാണോ നടന്നെങ്കിൽ അവിടെ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. ഇയാൾ ഈ ഹൈഡ്രജൻ ബോംബ്, മറ്റേ ബോംബ്, ആ ബോംബ് എന്ന് പറഞ്ഞിട്ട് അവസാനം പൂത്തിരിയും കത്തിരിയും കണ്ട് സ്വയം അപഹാസ്യനാകുന്ന കാഴ്ച ഇത് സാധാരണ കോൺഗ്രസ്സുകാർ ഇതൊക്കെ കാണുന്നുണ്ട്. അവരെന്താ വിചാരിക്കുക? കഷ്ടമാണ് കേട്ടോ നിങ്ങളെ കാര്യം. അപ്പൊ അങ്ങനെയാണ് മാതൃഭൂമി പറഞ്ഞത്. ഇനി ഞാൻ ദേശാഭിമാനി ആദ്യം തന്നെ കാണിക്കേ. ഇത് ഇന്നത്തെ ദേശാഭിമാനിയാണ്. ദേശാഭിമാനിൽ ഒന്നാം പേജിൽ ഇങ്ങനത്തെ ഒരു വാർത്തയില്ല. ദേശാഭിമാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുകളിൽ തന്നെ കൊടുത്തത് വിലക്കയറ്റം പിടിച്ചു നിർത്തിയത് ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. അതായത് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം കേരളമാണ് എന്നുള്ളത് ഏതാണ്ട് ഒരു 4-5 ദിവസം മുമ്പ് എല്ലാ മുഖ്യ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. കേരളമാണ് വിലക്കയറ്റത്തിൽ 1-ാം സ്ഥാനം. അങ്ങനെയാണല്ലോ, നമ്മളാണല്ലോ നമ്പർ 1. എപ്പോഴും പറയും അങ്ങനെയാണല്ലോ, കേരളം നമ്പർ 1. കേരളം ഇതിലും നമ്പർ 1 ആണ്. ഏത് നമ്പർ 1 ആണ്? ഈ പറയുന്ന വിലക്കയറ്റത്തിൽ നമ്പർ 1 ആണ്. ഇത് BJP സർക്കാർ പറയുന്നല്ല, ഇത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡിപ്പാർട്ട്മെന്റിലെ കണക്കാണ്. ഇന്ത്യയിൽ വിവിധ സ്ഥാനത്ത് 2-ാം സ്ഥാനത്ത് കർണാടകയാണെന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ളത് ഇന്ത്യയിൽ മൊത്തത്തിൽ ദേശീയ ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ വിലക്കയറ്റം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പോഴാണ് കേരളത്തിൽ നമ്പർ 1 വിലക്കയറ്റം. എന്നിട്ട് പറയാണ് വിലക്കയറ്റം പിടിച്ചു നിർത്തിയത് ജനങ്ങൾക്ക് അറിയാം. എന്താ ജനങ്ങള് ഇവരുടെ ഈ അന്തംഗമ്മികളുടെ വിചാരം ഞങ്ങളെ തലയിലൊന്നുമില്ല, അപ്പൊ ജനത്തിന്റെ തലയിൽ നല്ല തലച്ചോറുണ്ട്. ജനങ്ങൾക്കൊക്കെ മനസ്സിലാവും. ജനങ്ങൾ ഇത് മാത്രമല്ല വായിക്കുന്നത്. അപ്പൊ ഏതായാലും പോട്ടെ. അപ്പൊ വിലക്കയറ്റം പിടിച്ചു നിർത്തിയത് ജനങ്ങൾക്കറിയാം എന്നുള്ളതാണ് മുന്നിലെ വാർത്ത. അത് കഴിഞ്ഞിട്ട് ഗാസ കഴിഞ്ഞ 2 ദിവസമായി ദേശാഭിമാനി ഗാസയും പൊക്കി പിടിച്ച് നടക്കുന്നു കേട്ടോ. ഗാസ ഏതായാലും ഇസ്രായേൽ തീർക്കുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം അത് ഓരോന്നിന്റേതായ അവസാനമുണ്ട്. അത് നിൽക്കട്ടെ, ഗാസയുടെ കാര്യം നമുക്ക് പിന്നെ പറയാം. ഏതായാലും ഗാസയാണ് ഇവരുടെ ഇന്നത്തെ മെയിൻ സ്റ്റോറി. ഗാസ തൂക്കി വിൽക്കുന്ന പറയുന്നത്. റിയൽ എസ്റ്റേറ്റ് പദ്ധതി വെളിപ്പെടുത്തി ഇസ്രായേൽ ഗാസ തൂക്കി വിൽക്കും. ഇതിനൊക്കെ കാരണം എന്താണെന്ന് അറിയാലോ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അതുകൊണ്ട് അതൊക്കെ നമുക്ക് വിശദമായി പറയേണ്ട കാര്യങ്ങളാണ്. പിന്നീട് വ്യത്യസ്തമായ വാർത്തകളാണ്. തലസ്ഥാനത്ത് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് KSU, മലയോര ജനതയ്ക്ക് കരുതല്, പിണറായിന്റെ കരുതല്, പിന്നെന്താണ് ഇപ്പൊ ആന്റണി ശിവഗിരിയിൽ നടത്തിയത് നരനായാട്ട്, അങ്ങനെയുള്ള വാർത്തകളാണ്. ഞാൻ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ ഇത് ഉള്ളിലെ ഒരു പേജിൽ 12ാമത്തെ പേജിൽ ദേശീയ വിദേശ വാർത്തകളൊക്കെ കൊടുക്കുന്ന പേജിലുണ്ട് കൂടുതൽ വെളിപ്പെടുത്തൽ, വോട്ട് വെട്ടാൻ ആസൂത്രിത നീക്കം രാഹുൽ. ഇതെന്തപ്പാ? അതായത് BJPയെ അടിക്കാൻ. അപ്പൊ ഈ പറയുന്ന ദേശാഭിമാനിക്ക് പോലും മനസ്സിലായി രാഹുൽ ഗാന്ധി പറയുന്നത് പൊട്ടത്തരമാണെന്ന്. ഈ ദേശാഭിമാനിക്ക് പോലും മനസ്സിലായി. വോട്ട് വെട്ടാൻ ആസൂത്രിത നീക്കം. ഒരു ചെറിയ വാർത്ത. അതായത് ഈ പേജിൽ തന്നെ, അതായത് 12ാം പേജിലെ തന്നെ ഇന്ത്യ EU വ്യാപാര കരാർ വർഷാവസാനം, NDAയിൽ ഭിന്നത, ട്രംപ് ചക്രവർത്തി അല്ല, അങ്ങനെ വ്യത്യസ്തങ്ങളായ വാർത്തകളിലെ ഏറ്റവും ചെറിയ തലക്കെട്ടാണ്. മേലെയാണെന്നുള്ളൊരു 3 കോളത്തിൽ വോട്ട് വെട്ടാൻ ആസൂത്രിത നീക്കം രാഹുൽ. എന്തായാലും പറയുന്നത് വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ, പേര് നീക്കൽ നടപടികളുമായി ബന്ധപ്പെട്ട് ഗുരുതര ക്രമക്കേടുകൾ നടന്നുവെന്ന് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ദളിത്, ആദിവാസി, ന്യൂനപക്ഷ വിഭാഗക്കാരുടെ വോട്ട് കൂട്ടത്തോടെ വെട്ടാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഇന്നലെ പറഞ്ഞ അബദ്ധ പഞ്ചാംഗങ്ങളിൽ ഇവര് ഈ വാർത്തയിൽ കൊടുത്തത് മാത്രമേ ഉള്ളൂ. ഇനി മനോരമ, മനോരമ ആകെ ത്രില്ലടിച്ചിരിക്കുകയാണ്. വോട്ടുകൊള്ള ഫാക്ടറിയാണ് അത്രേ. അതായത് BJP എന്ന് പറയുന്നത് ആരാണ്? വോട്ടുകൊള്ള ഫാക്ടറി. രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ അങ്ങപ്പുറം പറയുന്നുണ്ട്. രാഹുലിന്റെ ആരോപണം പ്രതിപക്ഷ വോട്ടുകൾ സംഘടിതമായി വെട്ടിനിരത്തുന്നു. ഇതൊന്നും ആലോചിച്ചിട്ട് ഈ വാർത്ത കൊടുക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാക്കണ്ടേ? അതായത് വോട്ടർ പട്ടികയിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ട ആൾക്കാരെയൊക്കെ അങ്ങനെ സ്കാൻ ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അവരെയൊക്കെ അങ്ങനെ കൂട്ടത്തോടെ ഇവിടെന്നോ എന്നിട്ട് ഒരു യൂണിവേഴ്സൽ വേറെ നമ്മൾ ലോക സിനിമയൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് വേറെ ഗ്രഹത്തിൽ നിന്നിട്ട് അവിടുന്ന് ഈ ചാത്തന്മാരുടെ പണി എന്നുള്ള രീതിയിലൊക്കെയാണ് ഇത് അവതരിപ്പിച്ചത്. വേണമെങ്കിൽ നമ്മുടെ അരുൺ ഡൊമിനിക്കിന്
ഇതിന്റെ ഈ ലോക ചാപ്റ്റർ 5 ഇപ്പൊ അഞ്ച് ചാപ്റ്ററുകളാണ് ഇവർ പ്ലാൻ ചെയ്യുന്നവർ. വേണമെങ്കിൽ ഒരു 6ാമത്തെ ചാപ്റ്റർ കൂടിയും വേണമെങ്കിൽ ഇവർക്ക് തയ്യാറാക്കാം. കാരണം അന്യഗ്രഹങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഇവിടുത്തെ വോട്ടർ പട്ടിക തിരുത്തുന്നത് എന്നൊക്കെ സംബന്ധിച്ച് ഒരു പൊളിറ്റിക്കൽ സറ്റയർ വേണമെങ്കിൽ ഈ നമ്മുടെ അരുൺ ഡൊമിനിക്കിനും നമ്മുടെ DQവിന്റെ നിർമ്മാണ കമ്പനിക്കൊക്കെ വേണമെങ്കിൽ ചെയ്യാട്ടോ, സ്കോപ്പ് ഉണ്ട്. അപ്പം വോട്ട് കൊള്ള ഫാക്ടറി എന്ന് പറയുന്നത് തട്ടിപ്പിനിരയായ വോട്ടർമാരെ അണിനിരത്തി വാർത്താ സമ്മേളനം. ഇമ്മാതിരി കുറെ ആൾക്കാരെ, അതായത് നമ്മൾ ചില ഈ ക്രിസ്ത്യൻ രോഗശാന്തി ശുശ്രൂഷയിലൊക്കെ കണ്ടില്ലേ, കുറച്ച് ആൾക്കാരെ കൊണ്ടുവരും. ഈ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ ദൈവശാന്തി ശുശ്രൂഷ എന്നൊക്കെ പറയുന്ന പരിപാടി കണ്ടില്ലേ, ഈ പറയുന്ന പാസ്റ്റർമാര് മന്ത്രം ചൊല്ലിയിട്ട് അല്ലെങ്കിൽ ഇതാ പിശാചേ പോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ തുള്ളിച്ചാടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. ഇതേപോലെ തട്ടിപ്പിനിരയായ വോട്ടർമാരെ അണിനിരത്തി വാർത്താ സമ്മേളനം ഒരു 2 വോട്ടർമാരെയും കൊണ്ടുവന്നിരുന്നു ഈ ഇത് തെളിയിപ്പിക്കാൻ വേണ്ടിയിട്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരെടുത്ത് പറഞ്ഞ് ആക്രമണം, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് എല്ലാം നിഷേധിച്ച് കമ്മീഷൻ എന്ന് പറയുന്ന വാർത്തയൊക്കെ ഉണ്ട്. അങ്ങനെ ഈ പേജിന്റെ ഒരു 3/4 ഭാഗം വോട്ടുകളുള്ള ഫാക്ടറി എന്നാണ്. പിന്നെ ഏതാണ് മാതൃഭൂമി ഞാൻ പറഞ്ഞു. മാധ്യമം ഇത് അതേപോലെ തന്നെ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ആരോപണവുമായി രാഹുൽ ഗാന്ധി. വോട്ട് കൊള്ളയ്ക്ക് സംരക്ഷണം. കർണാടകയിലെ അലന്ത് നിയമസഭാ മണ്ഡലത്തിലെ 6018 വോട്ടുകൾ നീക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകളും സാക്ഷികളുമായി വാർത്താ സമ്മേളനം പറയുന്നത്. ഓൺലൈനിൽ വോട്ട് നീക്കാനാവില്ലെന്ന് കമ്മീഷണർ. ഇലക്ഷൻ കമ്മീഷണർ പറയുന്നു ഓൺലൈനിൽ വോട്ട് നീക്കാനാവില്ല. കേരള കൗമുദി കൂടിയുണ്ട്, അത് നമുക്ക് കാണാം. കേരള കൗമുദിയിൽ അതും മെയിൻ സ്റ്റോറി തന്നെയാണ്. ആരോപണവുമായി വീണ്ടും രാഹുൽ. വോട്ട് കൊള്ളയ്ക്ക് കേന്ദ്രീകൃത രീതി എന്ന് പറയുന്നത്. വോട്ട് കൊള്ളക്ക് കേന്ദ്രീകൃത രീതി. അലന്തിൽ 5994 അപേക്ഷ തള്ളിയെന്ന് കമ്മീഷൻ. ഇത് കമ്മീഷന്റെ ഒരു വിശദീകരണം കൂടിയായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വ്യത്യസ്തങ്ങളായ പത്രങ്ങൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ ഹൈഡ്രജൻ ബോംബിന് മുന്നോടിയായി ഇയാൾ പൊട്ടിച്ച വേറെ ഏതോ ഒരു അൽക്കുൽത്ത് ബോംബ്. എന്താ ചെയ്യല്ലേ? ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.